നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ F02s എന്ന ഫോണിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെയാണ്. താരതമ്യേന F സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്പെസിഫിക്കേഷൻസ് കൂടുതലും അതുപോലെ തന്നെ പ്രൈസ് കുറവുള്ള സീരീസാണ് F സീരീസ് എന്ന് പറയുന്നത്. ഒരു 10,000 രൂപയ്ക്ക് താഴെ മാത്രം വില വരുന്ന വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫോണാണ് F02s എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഒരു റിവ്യൂമാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ അൺബോക്സ് ചെയ്യുന്ന ഫോണുകളെല്ലാം എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തരുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഹോം അപ്ലയൻസ് ഡീലറായ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൻ്റെ മണ്ണുത്തി ഷോറൂമായ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് മണ്ണുത്തി മൊബൈൽസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷോപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവിധ മൊബൈൽ ഫോണുകളും ഹോം അപ്ലയൻസും EMI ആയിട്ടും അതുപോലെ തന്നെ ഡിസ്കൗണ്ട് പ്രൈസിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർക്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഭാഗമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെ ആക്സസറീസാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ചാർജർ വരുന്നുണ്ട്. ഇതൊരു 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഈ ഒരു ഫോൺ വഴി കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ചാർജ് ചെയ്യാനായിട്ടുള്ളൊരു ചാർജിങ് ടൈപ്പ് സിയുടെ ഒരു ഡാറ്റ കേബിളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 ആക്സസറീസാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത്. അഡീഷണലായിട്ട് പൗച്ചോ അതുപോലെ ഹെഡ്സെറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സാധാരണ ഒരു ഫോണുകളുടെ അകത്തൊന്നും ഹെഡ്ഫോണുകളോ പൗച്ചൊന്നും വരാറില്ല. അതുകൂടാതെ ഇത്തരത്തിലൊരു ചെറിയൊരു ബോക്സും ഇതിനകത്തുണ്ടാവും. ഈ ഒരു ബോക്സിനകത്ത് ഇതിൻ്റെ വാറണ്ടി കാർഡ് കാര്യങ്ങൾ അതുപോലെ യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഫോണിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് സാംസങ്ങിൻ്റെ F02s എന്ന ഫോൺ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ബഡ്ജറ്റ് ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓവറായിട്ട് ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു ബ്ലൂ കളറാണ്. ഇതിന് തന്നെ 3 കളറുകൾ നമുക്ക് അവൈലബിൾ ആണ്. കുറച്ച് വലിയൊരു മൊബൈലാണത്. 6.5 ഇഞ്ചിൻ്റെ ഒരു വലിയൊരു സ്ക്രീനാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നല്ലൊരു സ്റ്റൈലിഷായ ലുക്കുണ്ട്. ഒരു പ്രീമിയം ഫോണിൻ്റെ ലുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ബാക്ക് സൈഡാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ക്യാമറ പൊസിഷനൊക്കെ കൊടുത്തിട്ടുള്ളത് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലാണ്. ഒരു 3 ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഒരു ട്രിപ്പിൾ ക്യാമറ മൊബൈലാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു LED ഫ്ലാഷ് ലൈറ്റും ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇതിന് 3 കളർ അവൈലബിൾ ആണെന്ന്. ഒരു ബ്ലാക്ക് കളറും അതുപോലെ വൈറ്റ് കളറും പിന്നെ ബ്ലൂ കളറും, അങ്ങനെ 3 കളറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഫോണിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണുകളും അതുപോലെ തന്നെ ഓൺ ഓഫ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അതിനൊരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറൊന്നും കൊടുത്തിട്ടില്ല. എന്നാലും ഫേസ് അൺലോക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ ടൈപ്പ് സി ചാർജിങ് പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീക്കർ ഗ്രില്ലുകൾ കൊടുക്കുന്നുണ്ട് റൈറ്റ് സൈഡിലായിട്ട്. പിന്നെ മൈക്രോഫോണിൻ്റെ ഒരു ഹോൾ കൊടുക്കുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്കിൻ്റെ ഒരു ഹോളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ താഴെയും സൈഡുകളിലും വശങ്ങളിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ഫോൺ ഡയറക്റ്റായിട്ട് ഇനി ഓണാക്കി നോക്കാം. സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ എൻ്റെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ഞാൻ എൻ്റെ ചാനലിനകത്ത് ഒരുപാട് മൊബൈൽ ഫോണുകളുടെയും ഹോം അപ്ലയൻസിൻ്റെ ഒക്കെ റിവ്യൂകളും അൺബോക്സിങ് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ അതൊക്കെ കാണാൻ ശ്രമിക്കുക. കൂടാതെ ഞാൻ ഒരുപാട് സർവീസ് വീഡിയോകളും ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്ന വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പുതിയ ഫോണുകളൊക്കെ വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ എൻ്റെ കോൺടാക്ട് നമ്പറും വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയച്ചിട്ട് നല്ല ഓഫർ പ്രൈസിനും നല്ല ഡിസ്കൗണ്ട് പ്രൈസിനൊക്കെ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് സാംസങ്ങിൻ്റെ F02s എന്ന ഫോൺ. ഓണാക്കി കഴിഞ്ഞാൽ കാണുന്ന ഒരു ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ കാണാം നല്ല ക്ലാരിറ്റി ഉള്ള നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 6.56 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്.
അപ്പോൾ ഒരു ഫുൾ HD+ അല്ല, ഒരു HD+ ആണ്. എന്നാൽ കൂടി നല്ലൊരു ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നല്ല ബ്രൈറ്റ്നസ് ഒക്കെ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ അരികുകളൊക്കെ വളരെ കുറവാണ്, വളരെ വെസലൈസ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്താണ്, ഇതിൻ്റെ മിഡിലാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ പൊസിഷൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ വൈസൊക്കെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ, കാരണം ഒരു 10,000 രൂപയ്ക്ക് താഴെ മാത്രം വില വരുന്നൊരു മൊബൈൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉള്ള നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു മൊബൈലാണ് ഈ F02s എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ടച്ച് റെസ്പോൺസും നല്ല ടച്ച് സെൻസിറ്റിവിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഹെവി ഗെയിമർ അല്ലെങ്കിൽ ഒരു നോർമൽ ഗെയിമൊക്കെ കളിക്കാനും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കൂടി കിട്ടുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. നല്ല സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യാൻ സാധിക്കും. നല്ല ബ്രൈറ്റ്നസ് ഉള്ളപ്പോഴും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വിസിബിലിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അബൌട്ട് ഫോണിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോണിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ കാണുന്നുണ്ട് ഫോണിൻ്റെ മോഡൽ നെയിം ഗാലക്സി F02s എന്ന പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ IMEI നമ്പർ ഡീറ്റെയിൽസൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ നോക്കാം. സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് 1UI കോർ വേർഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. Android 10 ഈ ഫോൺ പ്രവർത്തിക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് Android 10 കൂടി അതിനകത്ത് ഭാവിയിൽ Android 11 ഒരു അപ്ഡേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഫോണിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 5000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു 15 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 450 എന്നൊരു പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഡീസൻ്റ് ആയ ഒരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 450 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മൊബൈലാണ്. ബാറ്ററിയും അത്യാവശ്യം നല്ല രീതിയിൽ ചാർജ് നിൽക്കും. 5000 mAh ഉള്ളത് കൊണ്ട് തന്നെ. ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 3GB RAM 32GB ഒരു വേരിയൻറ്റ് വരുന്നുണ്ട്. അതുപോലെ 4GB RAM 64GB വേരിയൻറ്റ് വരുന്നുണ്ട്. 2 വേരിയൻ്റാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 2 വേരിയൻറ്റുകൾ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറ കാറ്റഗറിയിലേക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ബഡ്ജറ്റ് ഫോണാണ്, ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോണല്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 13 MP ഒരു മെയിൻ റിയർ ക്യാമറ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ 2 MP വീതം 2 ക്യാമറകൾ കൂടി കൊടുക്കുന്നുണ്ട്. മെയിൻ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. സൂം ചെയ്താലും അത്യാവശ്യം ക്ലാരിറ്റി ഒന്നും പോകാത്ത രീതിയിലുള്ളൊരു റിയർ ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഇതൊരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള മൊബൈലല്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്നതിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 5 MP ഒരു ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 5 MP ആയാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്യാമറയാണ് കിട്ടുന്നത്. ഫ്രണ്ട് ക്യാമറ ആയാലും കൂടി നമ്മൾ അത്യാവശ്യം സൂം ചെയ്താലൊന്നും ക്ലാരിറ്റി പോകാത്ത രീതിയിലുള്ളൊരു ഫ്രണ്ട് ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാമറ വൈസ് നോക്കുകയാണെങ്കിലും നമ്മൾ ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും കൊടുത്തില്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ എക്സ്പീരിയൻസ് നമുക്കിതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഓവറോൾ നോക്കുകയാണെന്നുണ്ടല്ലോ ഈ മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നാപ്ഡ്രാഗൺ 450 പ്രോസസ്സർ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഒരു 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. 2 വേരിയൻറ്റുകളിൽ നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആണ്. 3 കളറുകളിൽ നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കൊരു 10000 രൂപയ്ക്ക് താഴെ വാങ്ങിക്കാവുന്ന ഒരു വാല്യൂ ഫോർ മണി ഒരു മൊബൈലാണ് ഈ F02s എന്ന് പറയുന്നത്. ഇതിന് പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനൊരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. നല്ലൊരു ഫേസ് അൺലോക്ക് വരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക്സ് എ ലോട്ട്.